നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിറ്റ് ഉണ്ണരുത്. മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിറ്റ് ഉണ്ണരുത്. മലർന്നു കിടന്നു തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. നാരകം നട്ടിടം, കൂവളം പട്ടിടം, നായ് കുട്ടിയിട്ടിടം, നാരി ഭരിച്ചടം, മുച്ചൂടും മുടിയും എന്നാണ് പഴമക്കാർ പറയാറ്. നാരി ഭരിച്ചടം മുടിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നില്ല. ഇവിടെ മദ്രാസിൽ ജയലളിത ഭരിച്ചിരുന്നു. ശ്രീലങ്കയിലും വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. പിന്നെ മാർഗരറ്റ് താച്ചർ അടക്കം ആരൊക്കെയോ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ പഴമക്കാർ പറയുന്നത് നാരകം നട്ടിടവും കൂവളം എന്ന് പറഞ്ഞ മരം, ശിവന് ചാർത്തുന്ന ഇലയുണ്ടല്ലോ കൂവളം, അത് ആ മരം പട്ടിടത്തും നായ് കുട്ടിയിട്ടം, അതായത് പട്ടികൾ കുട്ടിയിട്ടിടത്തും നാരീ ഭരിച്ചിടവും മുച്ചൂടും മുടിയും എന്നാണ്. ഈ പഴമൊഴി എന്നെ ഓർമ്മിപ്പിച്ചത് അമ്മയിലിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ആലോചിച്ചപ്പോഴാണ്. എന്ന് കരുതി എന്നെ ഒരു സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓണം എന്ന പോലെയാണ്, അല്ലാതെ എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. പക്ഷേ പറയാതിരിക്കാൻ വയ്യ. നടീനടന്മാരുടെ ക്ഷേമത്തിനായി ഉണ്ടാക്കി മരിച്ചുപോയ മുരളിച്ചേട്ടൻ, നടൻ മുരളി, അമ്മ എന്ന് പേരിട്ട താരങ്ങളുടെ സംഘടന ഒരു കൂട്ടം ഉണ്ണാക്കന്മാരുടെ മൗനത്തിലും ഒരു കൂട്ടം ആട്ടക്കാരികളുടെ കൊടുങ്ങല്ലൂർ ഭരണിയിലും സിനിമാക്കാരെ മൊത്തത്തിൽ മുച്ചൂടും നാറ്റുകയാണ്. 4 മല ചേരും, വേറെ 4 ചേരില്ല എന്ന് പണ്ടുള്ള പഴമക്കാർ പറയുന്നത് എത്ര ശരിയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ കൊല്ലത്തിനടുത്ത് ശാസ്താംകോട്ടയിൽ അമ്പലക്കുരങ്ങന്മാരും ചന്തക്കുരങ്ങന്മാരും ഉണ്ട്. ഞാൻ പറയുന്നു, ആ കുരങ്ങന്മാരായാലും ശരി, ചന്തക്കുരങ്ങന്മാരായാലും ശരി, ഈ അമ്മയിൽ ഇപ്പോൾ കാണുന്ന ചക്കളത്തിൽ പോരാട്ടം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എവരേക്കാൾ ബെറ്ററാണ് ആ കുരങ്ങന്മാർ എന്നാണ്. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ഉണ്ണാക്കന്മാർ പിന്മാറി കുറേ വച്ചുകെട്ട് കൂട്ടങ്ങളെ ഇറക്കി കളിച്ചു. ഞാനടക്കം പൊട്ടന്മാർ, നമ്മുടെയൊക്കെ ചാനലിൽ ഞാനടക്കം ഈ പുലിക്കുട്ടികളാണ്, ഇവർ ആനയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് അവരെ പിന്തുണയ്ക്കുകയും ചെയ്തു. KR ഗൗരിക്കും സുശീല ഗോപാലിനും ശൈലജയ്ക്കും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാതിരിക്കാൻ സഖാവ് VS-ഉം പിണറായിയും കളിച്ച നാട്ടിൽ അമ്മയിലെങ്കിലും പെണ്ണുങ്ങൾ ഭരിക്കും, അങ്ങനെ ഭരിച്ച് കാണിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങളൊരിക്കലും ഒറ്റക്കെട്ടായി നിൽക്കില്ല എന്നും 6 പേർ 60 ചേരിയിൽ നിൽക്കുമെന്നും 10 മാസം കൊണ്ട്, ചുരുങ്ങിയ കാലം കൊണ്ട് അമ്മ ഭാരവാഹികളായ അമ്മച്ചിമാർ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫാഷൻ പരേഡ് ഡ്രസ്സിട്ട് നടക്കാനും അട്ടഹാസ ചിരിക്കാനും അല്ലാതെ തനിക്കൊരു ചുക്കും ചെയ്യാൻ അറിയില്ല എന്ന് അമ്മയുടെ പ്രസിഡൻറ്റും, സിനിമകളിൽ ഒരു പുല്ലുമായില്ല എങ്കിലും ബുദ്ധിജീവി കളിച്ച് നിൽക്കാൻ അല്ലാതെ, അതിലൂടെ വല്ല നക്കാപിച്ച പോസ്റ്റുകളിൽ കയറിപ്പറ്റാൻ അല്ലാതെ, ഗ്രൂപ്പ് കളിച്ചും തമ്മിലകറ്റിയും മുന്നോട്ട് പോകാനല്ലാതെ എന്നെ ഒരു ചുക്കിനും കൊള്ളില്ല എന്ന് തെളിയിച്ച ജനറൽ സെക്രട്ടറി, തൊലി വെളുപ്പും മേനിക്കൊഴുപ്പും കാട്ടി എതിർക്കുന്നവരെ പുളിച്ച തെറി കൊണ്ട് അഭിഷേകം നടത്തി ഒതുക്കി ഇരുത്താൻ അറിയാവുന്ന, ആരെയും സാമ്പത്തികമായി പറ്റിച്ച് ജീവിക്കുന്ന ക്രിമിനലുകളുടെ പിൻബലം പറ്റി ഒരു യൂട്യൂബറെ രക്ഷകനായി കൊണ്ടുനടന്ന് അമ്മയെ തൻ്റെ കാൽ കീഴിൽ ചവിട്ടി നിർത്താനാകുന്ന വേറൊരുത്തി. ലൈസൻസ് ഇല്ലാത്ത നാവുകൊണ്ട് എന്ത് മണ്ടത്തരവും തെറിവിളിയും നടത്തി മുന്നേറുന്ന ഒരു മണ്ടൻ. നാട്ടുകാർ തൻ്റെ മോനെ തല്ലിക്കൊല്ലും സൂക്ഷിച്ചോന്ന് സ്നേഹം കൊണ്ട് പറഞ്ഞാൽ ഞാൻ മനോജ് ഇബ്രാഹിമിനെ കൊണ്ട് പരാതി പറഞ്ഞവനെ ഒതുക്കിക്കൊള്ളാം,
മക്കൾ നന്നായി തെറി വിളിച്ച് രസിക്കട്ടെ എന്ന് പരസ്യമായി പറയുന്ന മറ്റൊരുത്തൻ, എന്നെ തെറി പറഞ്ഞ് അടിക്കാൻ കയ്യോങ്ങിയെന്ന് വിലപിക്കാൻ മാത്രം അറിയാവുന്ന വേറൊരുത്തി, ചെയർമാൻ ആവുക എന്ന സ്വപ്നത്തിൽ നടക്കാതായപ്പോൾ എന്നാൽ പിന്നെ മെമ്പറാകണം എന്ന് യാചിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതാണ് സംഘടനാ പ്രവർത്തനമെന്ന് കരുതുന്ന റിട്ടേർഡ് വിപ്ലവ സിംഹമാണ് മറ്റൊരുത്തൻ. വഴിയെ പോകുന്നവർക്കൊക്കെ അമ്മയുടെ ആഫീസിൽ കയറി നിന്ന് ക്യാമറകൾക്ക് മുന്നിൽ എന്തും പറയാൻ അനുവദിക്കുന്ന ഒരു മുടിഞ്ഞ കണ്ണാടി മാളിക മാത്രമായി അമ്മ എന്ന സംഘടന അധപ്പതിക്കുന്നു. കമ്മിറ്റികളിലൊന്നും ഔദ്യോഗികമായി ഇല്ലാത്ത കൂതറച്ചികൾ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഞാൻ ഇയാൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പരസ്യമായി, ഞാൻ ഇയാളുടെ കൂടെയാണ്, ഇയാൾ എത്രയോ വർഷമായി എന്നെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കമാന്നൊരു അക്ഷരം പറയാത്ത സംഘടനയായി അധപ്പതിച്ചു അമ്മ. വഴിയ പണം ആക്കും അടക്കറി നിന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ എന്തും പറയാം. എന്തൊക്കെ ന്യായവാദങ്ങൾ പറഞ്ഞാലും ദല്ലാൽ നന്ദകുമാറിനെ മലയാളിക്ക് നന്നായിട്ട് അറിയാം. ഇ പി ജയരാജനെ അടക്കം കുഴിയിൽ ചാടിച്ച മഹാനാണ് ദല്ലാൽ നന്ദകുമാർ. മഞ്ഞൾ ശോഭയ്ക്ക് ഒരുപാട് ഡാമേജ് വരുത്തിയ ആളുമാണ് നന്ദകുമാർ. കാരണം നന്ദകുമാറിൻ്റെ ഇന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് മഞ്ഞൾ ശോഭ പറ്റിച്ചു കുറേ കാലം. പരസ്യമായിട്ട് അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ച് വസ്തു തരാമെന്ന് പറഞ്ഞ് കണ്ടവൻ്റെ ഭാര്യയുടെ പേരിലുള്ള, അതായത് ഇവരെ കൂടെ ഇപ്പം ഭർത്താവ് ഉദ്യോഗസ്ഥനായി കുറച്ചു കാലം നടന്നിരുന്ന ഒരുത്തൻ്റെ ഭാര്യയുടെ വസ്തുവിനെ ഈ ദല്ലാളിന് വിൽക്കാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കുറേ ദിവസം ഇണ്ണാറാന്ന് വരപ്പിച്ചു. നന്ദകുമാർ ദല്ലാളാണ്, അദ്ദേഹം പല കളിയും കളിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ. അയാൾക്ക് എറണാകുളത്ത് വെണ്ണലയിൽ ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ടത്രേ. ഈ ദൈവങ്ങളുടെയൊക്കെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണേ. 40 വർഷമായി എറണാകുളം നന്നായി അറിയാവുന്ന എനിക്ക്, ഞാൻ ആദ്യമായി സിനിമയിൽ വർക്ക് ചെയ്യാൻ പോയ ഊഴത്തിൻ്റെ ലൊക്കേഷനായിരുന്നു വെണ്ണല. അവിടെ ഇങ്ങനെ ഒരാൾക്ക് മഹാദേവ ക്ഷേത്രം സ്വന്തമായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു. മുസ്ലിമായ അൻസിബ സ്വന്തം ഡ്രൈവറെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെയാണല്ലോ ടിനി ടോമിൻ്റെ വിദ്വേഷ പരാമർശമായി അൻസിബ തന്നെ പറയുന്നത്. സ്വന്തം ഡ്രൈവറെ മുസ്ലിമാക്കാൻ പ്ലാൻ ചെയ്യുന്ന അതേ അൻസിബ ഈ പറഞ്ഞ വെണ്ണല മഹാദേവി ക്ഷേത്രത്തിൽ പ്രോഗ്രാമിനായിട്ട് ഒന്നുമല്ലാതെ റസൂൽ പൂക്കുട്ടിയോടൊപ്പം പലപ്പോഴും അവിടെ വരാറുണ്ട് എന്ന് നന്ദകുമാർ തന്നെ പറയുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് ഡ്രൈവറെ മുസ്ലിമാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നന്ദകുമാർ പറയാണ് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാനൊന്നുമില്ല, അല്ലാതെ തന്നെ ഈ അൻസിബ പലപ്പോഴും ഈ അമ്പലത്തിൽ വരാറുണ്ടെന്ന്. ഡ്രൈവറെ മുസ്ലിമാക്കിയിട്ട് പകരം അൻസിബ ഹിന്ദു ആകുമോ എന്നാണ് എൻ്റെ സംശയം. മാസം 6-7 ലക്ഷം വരുമാനമുള്ള അമ്പലമാണെന്ന് നന്ദകുമാർ തന്നെ പറയുന്നു. അല്ലാതെ അയാൾ മാസം 1 കോടി രൂപ വരുമാനം ഉണ്ടെന്ന് പറയുന്നില്ല. ഒരു 6-7 ലക്ഷം രൂപ മാസം കിട്ടും എന്ന് അയാൾ പറയുന്നു. ആ അമ്പലത്തിൽ പൂജാരി ഉണ്ടെങ്കിൽ, അമ്പലത്തിലെ കലാകാരനടക്കമുള്ള സ്റ്റാഫുകളുണ്ടെങ്കിൽ അവരുടെ ശമ്പളം ഒരു മാസത്തേക്ക് എത്രയാകും? പിന്നെ കറണ്ട്, വെള്ളം, പൂജാ സാധനങ്ങൾ എല്ലാം കൂടി ഒരു മാസം എത്ര രൂപ ചിലവിടും? പക്ഷെ വരുമാനം 6-7 ലക്ഷം രൂപ ഒരു മാസം ഉള്ളൂ. ആ അമ്പലം 75 ലക്ഷം രൂപയ്ക്ക് അമ്മച്ചിമാരുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തത്രേ. 75 ലക്ഷം രൂപയ്ക്ക് 30 ലക്ഷം അഡ്വാൻസായിട്ട് കൊടുത്തു. ബാക്കി 45 ലക്ഷം ഉടനെ കൊടുക്കുമെന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്നു. മഞ്ഞൾ ശോഭയ്ക്ക് 10 ലക്ഷം അഡ്വാൻസ് കൊടുത്തിട്ട് 10 കോടിക്ക് നാറ്റിയ മഹാനാണ് നന്ദകുമാർ എന്ന് ഓർക്കണം. ഉച്ചയ്ക്ക് ഉണ്ണാൻ പ്രകാശ് ജാവദേക്കർ എന്ന പ്രഭാരിയായ BJP-കാരനെയും കൊണ്ട് നമ്മുടെ ഇ പി ജയരാജൻ്റെ ഫ്ലാറ്റിൽ പോയ പാവമാണ് നന്ദകുമാർ. നന്ദകുമാറിൻ്റെ അമ്മയുടെ ജന്മനാളിന് ഈ പറഞ്ഞ ജയരാജൻ ഈ പറഞ്ഞ അമ്പലത്തിൽ അമ്മയ്ക്ക് ജന്മദിന ആശംസകൾ നേരാൻ അവിടെ എത്തിച്ച മനുഷ്യനുമാണ് ദല്ലാൽ നന്ദകുമാർ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആള് പുലിയാണെന്ന്. എന്തിനാവും ദല്ലാൽ നന്ദകുമാർ അമ്മ സംഘടനയ്ക്ക് സഹായം വേണം എന്ന് ശ്വേത മേനോൻ പറഞ്ഞ ഉടനെ 75 ലക്ഷം രൂപ സ്പോൺസർ ചെയ്തത്? ഇവരുടെ ഇടപാടുകൾ എറണാകുളം വെണ്ണയിലാണോ ബോംബെയിലാണോ എന്ന് എനിക്ക് അന്വേഷിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചോളൂ. ദല്ലാൽ നന്ദകുമാറും ശ്വേതാ മേനോനുമായിട്ടുള്ള ബിസിനസ് എല്ലാം ബോംബെയിലാണെന്ന് ഞാൻ പറയും. സാഹചര്യങ്ങൾ വെച്ചാണ് പറയുന്നത്. ദൈവങ്ങൾക്കിപ്പോൾ പരസ്യവും പബ്ലിസിറ്റിയും ഒക്കെ അത്യാവശ്യം വേണ്ട കാലമാണ്. ജയലളിതയെയും പാട്ടുകാരി ചിത്രയെയും ഒക്കെ കൊണ്ടുവന്ന് കാല് കഴുകിച്ച് പബ്ലിസിറ്റി ലക്ഷ്യമാക്കുന്ന ചക്കളത്തുകാവും
പൊങ്കാല മഹോത്സവം സിനിമാ താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും അടക്കം ഉദ്ഘാടനം ചെയ്യുന്ന ആറ്റുകാൽ ക്ഷേത്രവും ഒക്കെയുള്ള കാലമാണ്. അതാണ് എനിക്ക് ഉദാഹരണമായി പറയാനുള്ളത്. ഇപ്പോൾ ദൈവങ്ങൾക്ക് സമയം മോശമാണ്. സിനിമാ താരങ്ങൾക്കൊക്കെയാണ്, അവരുടെ പബ്ലിസിറ്റിയിലാണ് പല ദൈവങ്ങളും നിന്ന് പിഴയ്ക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ പരസ്യത്തിനായി ചെലവിട്ട് ഒരാഴ്ച അമ്മ കൈമനം ആശ്രമത്തിൽ ഉണ്ടാകുമെന്ന് ഭക്തരെ അറിയിക്കുന്ന കാലവുമാണ്. അമൃതാനന്ദമയിയുടെ പരസ്യം കണ്ടിട്ടില്ലേ? അമ്മ ഒരാഴ്ച കൈമനം ആശ്രമത്തിലുണ്ടാകും, വരുവിൻ കാണുവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10-50 ലക്ഷം രൂപ മുടക്കി പബ്ലിസിറ്റി ചെയ്താണല്ലോ അവിടേക്ക് ആളുകൾ വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ അമ്മ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് 75 ലക്ഷം ചെലവിടുന്ന ദല്ലാൽ നന്ദകുമാറിൻ്റെ തീരുമാനം മാതൃകാപരമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ അമ്പലങ്ങളും ഒരു എണ്ണത്തിരി കത്തിച്ച് വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ അമ്പലങ്ങൾ കേരളത്തിലുണ്ട്. അവരെല്ലാം നന്ദകുമാറിനെ കണ്ട് പഠിക്കണം. നന്ദകുമാറിൻ്റെ ഇന്ന് സ്പോൺസർഷിപ്പ് വാങ്ങിച്ച് അമ്പലങ്ങളെ ഒരു വ്യവസായ സ്ഥാപനമായി വളർത്തണം എന്ന് ഞാൻ പറയും. സ്വന്തം ജനറൽ ബോഡിയും തിരഞ്ഞെടുപ്പും വരെ സ്പോൺസേഡ് പ്രോഗ്രാമാക്കുന്ന അമ്മയെ കണ്ടു വളർന്ന മോളാണല്ലോ ശ്വേത മേനോൻ. അപ്പോൾ ശ്വേത നന്ദകുമാറിനെ പിടിച്ചതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയും. 75 ലക്ഷം ഒറ്റയടിക്ക് പോകുന്നില്ലേ? ഇടവേള ബാബുവിന് പോലും അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുകച്ച് പുറത്ത് ചാടിച്ച ഇടവേള ബാബു ഇപ്പോൾ ഭജനയൊക്കെ സ്പോൺസേഡാക്കി കാശുണ്ടാക്കുന്ന തിരക്കിലാണ്. പൂർണ്ണമായി അമ്മ എന്നുള്ള കാര്യമേ അയാൾ മറന്നു. അമ്മച്ചിയിൽ നടക്കുന്ന ചക്കളത്തി പോരാട്ടം കണ്ടിട്ട് കമാന്നൊരക്ഷരം പറയുന്നില്ല. ബാബുവിനെ പുകച്ച് ചാടിച്ചപ്പോൾ അതിന് കൂട്ടുനിന്നവർ. ഇവിടെ അർമാദിച്ച കൂട്ടങ്ങളുണ്ട്. ബാബു പുറത്തു പോയപ്പോൾ അവരുടെ നെഞ്ചിലെ കല്ലിറങ്ങി. പക്ഷേ അമ്മ എന്ന സംഘടനയുടെ അവസ്ഥ എന്തായി എന്ന് ഇവരാരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. 3 വർഷത്തേക്ക് അമ്മയുടെ ഭരണസാരഥികൾ ആയവർ 30 വർഷം പിന്നോട്ടടിച്ചു അമ്മയെ ചുരുങ്ങിയ കാലം കൊണ്ട് എന്ന് ഞാൻ പറയും. ശരിയല്ലേ? പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും 2 തട്ടിൽ, ട്രഷററോട് വീട്ടിൽ പോയിരിക്കാൻ ഉത്തരവിടുന്നു. ഒരു പരിഭവക്കാരി സ്റ്റാഫിനെ വീട്ടിലിരുന്നോളൂ, ശമ്പളം അക്കൗണ്ടിൽ ഇട്ട് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സ് പട്ടാളക്കാരനാണ് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ മുഹമ്മദ്. അയാൾക്ക് ശമ്പളം കൊടുക്കുന്ന ഭരണസമിതിയിലെ ഒരു കൂട്ടരോടൊപ്പം ചേർന്ന് എതിർചേരിയെ തീർക്കാൻ നടക്കുകയാണ് സെക്യൂരിറ്റിക്കാരൻ വരെ ഭരിക്കുകയാണെന്നേ അമ്മ. നാണം എന്ന ചെറുവികാരം ഈ ഭരണകർത്താക്കൾക്ക് ഉണ്ടെങ്കിൽ ഒരുത്തനെ വലിപ്പിച്ച് ക്രിമിനൽ കേസ് കോടതിയിലുള്ളത് ഒളിപ്പിച്ചു വച്ച് മത്സരിച്ച് ജയിച്ചവർക്കെതിരെ തെളിവുകളെല്ലാം ചേർത്ത് ഒരു നിർമ്മാതാവ് 20 ലക്ഷം പറ്റിച്ച പരാതി നൽകിയിട്ട് ശ്വേതയോ കുക്കുവിനോ കമാന്നൊരക്ഷരം പറയാനോ നടപടി സ്വീകരിക്കാനോ പറ്റുന്നില്ല. ഞാൻ വെറുതെ പറയല്ല. ഒരു നിർമ്മാതാവിനെ 20 ലക്ഷം രൂപ പറ്റിച്ച് ചെക്ക് കേസിൽ ഉള്ളയാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് ആ നിർമ്മാതാവ് തെളിവ് സഹിതം എല്ലാം കൊടുത്തിട്ടും ശ്വേത മേനോൻ ബോംബെയിലിരുന്നും കുക്കു പരമേശ്വരൻ അക്കാഡമിയുടെ വൈസ് ചെയർമാൻ്റെ കസേരയിലിരുന്ന് ആലോചിക്കുന്നേ ഉള്ളൂ എന്ത് നടപടിയെടുക്കാം. പകരം അമ്മയിൽ നടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് പ്രസിഡന്റ് ശ്വേത മേനോൻ. വിവാദങ്ങളൊന്നും ഇതിൽ പ്രശ്നമല്ല. പ്രശ്നങ്ങളൊന്നും അല്ല, അതല്ലേ പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മളുടെ കാര്യങ്ങൾ തുടരുന്നു. ജോലി ചെയ്യാം. വിവാദം ഇങ്ങനെ വന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. ഓരോ ക്ലാസ്സിലും 2-3 വർഷം വീതം ഇരുന്ന് പഠിച്ചിട്ടും ഹൈസ്കൂളിൽ എത്താനാവാതെ പോയ ഇന്നസെന്റ് എന്ന മുൻ പ്രസിഡന്റിന്റെ കല്ലറയിൽ പോയി അങ്ങേരുടെ കാല് കഴുകി കുടിക്കണം ഈ കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഈ ഭരണാധികാരികൾ എന്ന് ഞാൻ പറയും. ഇന്ന് മൈക്കിന് മുന്നിൽ തലപൊക്കുന്ന ഏതെങ്കിലും ഒരു ഞാഞ്ഞുല് അമ്മയുടെ ഓഫീസിന് മുന്നിൽ നിന്ന് തെറി പറയുമോ? ഇന്നസെൻ്റ് ആയിരുന്നെങ്കിൽ പക്ഷം പിടിക്കുമോ? വിവരമറിയുമായിരുന്നു. എത്ര ഭംഗിയായി മോഹൻലാലും ഇടവേള ബാബുവും കൊണ്ടുപോയ സംഘടനയായിരുന്നു അമ്മ. അതിനെ തുളച്ച് നാണം കെടുത്തി പൊതുസമൂഹത്തിൽ. അൻസിബ എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തിരഞ്ഞെടുത്ത കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ. പുരുഷ വേശ്യകളാണ് ഇവനൊക്കെയാണ് അൻസിബയെ വിമർശിക്കുന്നത്. ഞാൻ ചാരിത്രശുദ്ധിയുള്ളവൾ എന്നൊരു സിനിമാ നായിക പറഞ്ഞാൽ അവളുടെ ചെവിടടിച്ച് പൊട്ടിക്കും ഞാനെന്ന് പറഞ്ഞ ഖദീജയെയും ചാരിത്രശുദ്ധിയുള്ള ഒരു നായികയെ കണ്ടാൽ
ഞാൻ അവരുടെ കാലിൽ തൊട്ട് തൊഴും എന്ന് സിനിമാ മാസികയുടെ ചോദ്യോത്തര പങ്ക്തിയിൽ എഴുതിയ ശ്രീകുമാരൻ തമ്പിയെയുമാണ് ഞാൻ അൻസിബയെ ഒരു മഹാൻ അവിഹിതക്കാരി എന്ന് വിളിച്ചപ്പോൾ ഓർത്തത്. നിയമം അനുവദിക്കാത്തതുകൊണ്ടും കോടതികൾ കയറിയിറങ്ങി മടുത്തതുകൊണ്ടും സമയവും പണവും മാനവും കോടതി വരാന്തകളിൽ കളയാനില്ലാത്തതുകൊണ്ടുമാണ് ഞാനിപ്പോൾ പല കഥകളുടെയും ഡോസേജ് കുറച്ചിരിക്കുന്നത്. എന്നെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു, എന്ത് ചേട്ടൻ തണുത്തു പോയി, ചേട്ടൻ കുറച്ചുകൂടെ ഡോസേജ് കൂട്ടിയാൽ ഞാനല്ലേ ഉള്ളൂ ഈ കോടതി കയറി ഇറങ്ങാൻ. എവിടെയെല്ലാം ഏതെല്ലാം ജില്ലയിലെ കോടതികൾ ഞാൻ കയറി ഇറങ്ങും, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എൻ്റെ കൈവശമുള്ള ആഡിയോ വീഡിയോകളും ഫോൺ സംഭാഷണങ്ങളും നമ്മുടെ ചാനലിലൂടെ പുറത്തുവിട്ടാൽ മീശ വച്ചവന്മാരും മീശയില്ലാത്ത പെണ്ണുങ്ങളുടെയും ഗുണവധികാരങ്ങളിലൂടെ എനിക്ക് ലക്ഷങ്ങൾ നേടാം യൂട്യൂബിൽ നിന്ന്. പക്ഷേ ഞാനത് ചെയ്യില്ല. വേശ്യയെപ്പോലും വേശ്യയെന്ന് വിളിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. ആരും സ്വന്തം ശരീരം കണ്ടവൻ്റെ മുന്നിൽ മലർക്ക തുറന്നിട്ട് ജീവിക്കാൻ തയ്യാറായില്ല അങ്ങനെയും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം എങ്കിൽ പറഞ്ഞോട്ടെ. ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അവിഹിതക്കാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിന്നി ടോം, മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിന്നി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ അത്. ടിന്നി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന്, എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കും. അന്ന് പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിന്നി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച് ഊരിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ അൻസിബയായിരുന്നു. അതാണ് രസം. ഇപ്പോൾ ഇയാൾ തെറി വിളിക്കുന്ന അൻസിബ സുരേഷ് കുമാറും പ്രേം നസീറിൻ്റെ ബന്ധുക്കളും ഒക്കെയുള്ള ആ ട്രസ്റ്റിൽ ചെന്ന് അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. ആ ഒരു ബോധം പോലും ഇല്ലാതായിപ്പോയി ടിന്നി ടോമിന് എന്ന് പറയാം. മോശമായിപ്പോയി ടിനി നിങ്ങളുടെ നീക്കം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് നോക്കിയിട്ട് പോയാൽ മതി, കാരണം ഇത് ഞങ്ങളുടെ MLA. നീന കുറുപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്ര ടിനി. ആരാ? എറണാകുളത്തെ വൈറ്റിലുള്ള ഗുണ്ടയോ? ഈ ആരെയും തല്ലും ആരെയും ചീത്ത വിളിക്കും എന്ന് പറയാൻ. നല്ല കടയിൽ കയറാത്തോണ്ടാണ് ടിനി. എൻ്റെ നല്ല സുഹൃത്താണ്. ഇപ്പം മാജിക് മഷ്റൂമിൻ്റെ ഓഡിയോ ലോഞ്ചിന് എന്നെ കണ്ടപ്പോൾ ചേട്ടാ നമുക്ക് ഒന്നിച്ചിരിക്കണം കേട്ടോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ആളുമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ടിനി നീ ഒരു ആണാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ നാണം കെട്ട പണികൾക്ക് പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പരിഹാസ്യ കഥാപാത്രമായി ആൾക്കാരുടെ മുന്നിൽ, മലയാളിയുടെ മുന്നിൽ ഇപ്പോൾ ടിനി ടോം എന്തെല്ലാം കേസിൽ ചെന്ന് പെട്ടു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആരാ ടിനി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എറണാകുളത്തെ ചട്ടമ്പിയോ അതോ ലോക്കൽ ഗുണ്ടയോ ആണോ എന്നാണ് എനിക്ക് ആകെ ചോദിക്കാൻ തോന്നുന്നത്. നിങ്ങളെ കണ്ടിട്ടാകണം നിങ്ങളുടെ മോൻ വളരുന്നത്. സിനിമയിൽ വന്നാൽ മോൻ്റെ പല്ലുകൾ പൊടിയുമെന്ന പേടിയിൽ മോനെ സിനിമയിൽ വിട്ടില്ല എന്നൊക്കെ ടിനി വീമ്പ് പറഞ്ഞിരുന്നു. കേട്ടപ്പോൾ എനിക്ക് ടിനിയോട് മതിപ്പും തോന്നിയിരുന്നു. മോൻ പാതിരാത്രി വെളിവില്ലാതെ കാറോടിച്ച് വന്ധ്യവയോധികരായ ദമ്പതികൾ ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു വീട്ടിൽ അവരെ ഉറക്കം കെടുത്തി. അവസാനം അവരുടെ വിദേശത്തുള്ള മകൻ വന്ന് കേസ് കൊടുത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ ആ മകൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ടിനിയെ വിളിച്ചു. അസൂയാണ് ചേട്ടാ എന്നായിരുന്നു ടിനിയുടെ മറുപടി. ആര്? ടിനി ടോമിൻ്റെ കാശും സമ്പന്നതയൊക്കെ കണ്ട് വീട്ടിൽ കിടക്കുന്ന വില കൂടിയ കാറൊക്കെ കണ്ടപ്പോൾ അയൽപക്കക്കാർക്ക് പട്ടിക്ക് മുടി വളർന്ന അമ്പട്ടൻ എന്തൊരു കാര്യം. പക്ഷേ അതൊന്നും ടിനി ഓർക്കുന്നില്ല. അതാണ് പ്രശ്നം. എന്നിട്ട് അവസാനം പറഞ്ഞാൽ രസം, ഞാൻ ആ മനോജ് എബ്രാഹിമിനെ കൊണ്ട് പരാതി പറഞ്ഞു എന്നെ തൂക്കാൻ ചേട്ടാ എന്നാണ് എൻ്റെ പറഞ്ഞത്. മനോജ് എബ്രാഹിം എന്ന് പറഞ്ഞു ഏതോ വീട്ടിൽ ജോലിക്കുന്നുണ്ട് പറയുമ്പോഴാണ് പറഞ്ഞത്, ഏതൊരു ലോക്കൽ ചട്ടമ്പിയോട് പറയാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സംസ്ഥാന DGP ആണ്. ഞാൻ ആ മനോജ് എബ്രാഹിമിനെ കൊണ്ട് ഈ പ്രശ്നം അവനെ ഞാൻ തൂക്കും. ഇതാണ് സെറ്റപ്പ്. അല്ലാതെ മകനെ തട്ടി വിലക്കല്ല ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ടിനിയുടെ മോൻ്റെ അട്ടഹാസമാണ്.
മുള്ളിൻ്റെ മൂട്ടിൽ മുള്ളല്ലാതെ ചെമ്പകം വളരില്ലല്ലോ ടിനി. അതേ എനിക്ക് പറയാനുള്ളൂ. വിപ്ലവ സിംഹം ജോയി മാത്യു അമ്മ എക്സിക്യൂട്ടീവിൻ്റെ മെമ്പറാണ്. അദ്ദേഹം പറയുന്നത് അമ്മയിൽ നേതൃത്വത്തിന് പക്വതയില്ല എന്നാണ്. അമ്മയുടെ നേതൃത്വത്തിന് പക്വതയില്ലെന്ന്. ഇയാളും ആ കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ ഇയാൾക്കും പക്വതയില്ലെന്നാണ് അയാൾ പറയണേ. അധികാര മോഹം മാത്രം പോരാ ജോയി മാത്യു, ഭരിക്കാനും പഠിക്കണം. നിങ്ങൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനാകാനായി അംഗം കുറിച്ചിരിക്കുന്നത് കൊണ്ടാണോ ഈ താന്തോന്നിത്തരങ്ങൾ കണ്ടിട്ട് നേതൃത്വത്തിന് പക്വതയില്ല എന്ന ഒരു സ്വയംഭൻ പറഞ്ഞ് കൈകഴുകുന്നത്? ഒരു സീനിയർ നടൻ എന്ന നിലയ്ക്ക് ജോയി മാത്യു ഇടപെടേണ്ട ഈ ഇഷ്യൂവിൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്കും അൻസിബയുടെ പ്രായത്തിൽ ഒരു മോളുള്ളതല്ലേ? ഇത്തരം ഭാഷാപ്രയോഗങ്ങൾ മുളയിലേ നുള്ളാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ലേ? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദിലീപ് ഒഴിച്ചുള്ള മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി മുതലായവരെ കണ്ട് സംസാരിക്കാൻ ജോയി മാത്യുവിന് ബാധ്യതയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതോ അമ്മ എക്സിക്യൂട്ടീവ് മെമ്പർ എന്നത് ഒരു ആലങ്കാരിക പദവിയാണോ? അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ജോയി മാത്യുവിനോട് ചോദിക്കാനുള്ളത്. മമ്മൂട്ടിക്ക് ഡൂപ്പിട്ടവനായിരുന്നല്ലോ ടിനിട്ടോ. മമ്മൂട്ടി അമ്മയിലെ അശരണരെ ഓർക്കുമെങ്കിൽ, എടാ ടിനി, നിനക്കും എനിക്കുമൊക്കെ നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്. സിനിമയില്ലെങ്കിലും ഉണ്ടപ്പക്രു ജീവിച്ചിരിക്കുന്നതിനാൽ നിൻ്റെ അപാര തൊലിക്കെട്ടി ഉള്ളതുകൊണ്ടും നിനക്ക് ജീവിക്കാനാവും. കാരണം ഉണ്ടപ്പക്രുവിൻ്റെ കൂടെ ടിനിട്ടുമാണല്ലോ പോകുന്നത് പ്രോഗ്രാമിന്. 5000 രൂപ മാസം തോറും കൈനീട്ടം വരുന്നതും കാത്തിരിക്കുന്നവരും നീ അവരെ അത്രക്കാരെ അനാഥരാക്കരുത്. 10000 രൂപ മരുന്ന് വാങ്ങാൻ വർഷത്തിലൊരിക്കൽ കിട്ടുന്നത് നീ നശിപ്പിക്കരുത് എന്ന് പറയാനുള്ള ബാധ്യത മമ്മൂട്ടിക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പറയണ്ടേ മമ്മൂട്ടി നിങ്ങളത്? വായില്ല കുന്നിൽ അപ്പം ഇരിക്കുന്ന പോലെ നിങ്ങളിരുന്നാൽ കാലം നിങ്ങളെയും ശപിക്കും. നിങ്ങൾക്ക് മോഹൻലാലിനും ഉടുപ്പൂരുന്ന ലാഘവത്തോടെ വേണമെങ്കിലും മറുകണ്ട ചാടി ഇപ്പോൾ VD സതീശനെ പോഴ്ത്തി പറഞ്ഞ് എന്താ പറയുക, 7 നാക്കാണല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. പിണറായി സ്തുതി പറഞ്ഞ് നടന്നിട്ട് പിണറായിയുടെ കൂടെ ഇരുന്ന് നല്ല അട്ടഹാസ ചിരിയൊക്കെ ചിരിച്ചിട്ട് നിങ്ങൾ എന്ത് രസമായിട്ട് ഒരാഴ്ച ചെയ്യുന്നതിന് മുമ്പേ സതീശൻ്റെ വേണ്ടപ്പെട്ട ആളായി മാറിയില്ലേ? ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങളിൽ അമ്മ എന്ന ഞാൻ മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സംഘടന പോകാൻ പാടില്ല എന്ന ചിന്ത താങ്കൾക്ക് വേണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കഷ്ടമാണ് നിങ്ങളുടെ നിലപാട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും ഞാൻ ചോദിക്കുന്നു, അൻസിബ എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കമ്മിറ്റി മെമ്പർ, എതിരില്ലാതെ തിരഞ്ഞെടുത്ത മെമ്പർ, അവർ എതിർത്തത് എന്തിനെയാണ്? വിവാദ നായകനായ ദല്ലാൽ നന്ദകുമാർ എന്നയാൾ ദൈവങ്ങളുടെ രക്ഷകനായി അമ്മയുടെ സംഗമത്തിന് താൻ ചെയർമാനായ അമ്പലത്തിൻ്റെ പേരിൽ സ്പോൺസർ ചെയ്യുന്നു 75 ലക്ഷം രൂപ. കേട്ടുകേൾവിയുള്ളതാണോ ഇക്കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾക്ക് ശ്വേത മേനോൻ എന്ന നടിയെ അറിയാം, ഭർത്താവിൻ്റെ പേര് പോലും അറിയില്ല എന്ന് അയാൾ ഏഷ്യാനെറ്റിൻ്റെ മുമ്പേ ഒന്ന് പറയുന്നു. ഇന്ന് ഒരു ക്ഷേത്രം സ്പോൺസറായി വരുന്നു, അതും ഒരു വിവാദ നായകൻ. നാളെ മറ്റൊരു മഹല്ല് കമ്മിറ്റി സ്പോൺസറായേക്കാം അമ്മയുടെ. മറ്റന്നാൾ ഏതെങ്കിലും ഒരു തിരുസഭ സ്പോൺസറായേക്കാം. അങ്ങനെ അമ്മ എന്ന കെട്ടുറപ്പുണ്ടായിരുന്ന സംഘടനയെ വയലാർ എഴുതിയതുപോലെ ഹിന്ദുവായി ചിലർ, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മൾ കണ്ടാലറിയാതായി, അമ്മ ഭ്രാന്താലയമായി എന്ന് അവിടെ ഇരുന്ന് പാടേണ്ടി വരും. കെട്ടം കെട്ടിയിട്ടേക്കാണല്ലോ, പാടാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ടല്ലോ. ഇങ്ങനെ പാടിയാൽ മതി. ഹിന്ദുവായി, ഞാൻ ട്യൂണ് അറിഞ്ഞാത്തന്ന് ഞാൻ ആ ട്യൂണിൽ പാടിയ കുളമാവും. മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മൾ കണ്ടാലറിയാതായി, അമ്മ ഭ്രാന്താലയമായി എന്ന് പാടണമായിരിക്കും. അത് ചൂണ്ടിക്കാണിച്ചവളെ ഈ അപകടം നമ്മുടെ സംഘടനയിൽ വരാതിരിക്കണം എന്ന് ചിന്തിക്കാതെ, ആഹാ, മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് 75 ലക്ഷം രൂപ ദൈവങ്ങൾക്ക് മോശ സമയമായതിനാൽ തരുമ്പോൾ നീ എതിർക്കുന്നോടി, എന്നാൽ നീ ജിഹാദിയാണ്, നീ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്ന് ചാപ്പ കുത്തുന്നത് കടന്ന കൈയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പാർട്ടി ചാക്ക് രാധാകൃഷ്ണന് ദേശോമാനി കെട്ടിടം വിറ്റതുപോലെ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞ ലോട്ടറി രാജാവിന് അയാളുടെ കയ്യിൽ നിന്നും 2 കോടി ബോണ്ട് വാങ്ങിയതുപോലെ തന്നെയാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ കയ്യിൽ നിന്നും 75 ലക്ഷം സ്പോൺസർഷിപ്പ് വാങ്ങുന്നതും എന്ന് ഞാൻ പറയും. കാശ് കൊടുത്തത് ദല്ലാൽ നന്ദകുമാറാണെങ്കിൽ
ഇതിൻ്റെ പിന്നിൽ വേറൊരു മോശം കച്ചവടം കാണുമെന്ന് 100% ഉറപ്പാണ്. എനിക്ക് ദല്ലാൽ നന്ദകുമാറിനെ പരിചയമില്ല, ശ്വേതമേനോനും പരിചയമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ദല്ലാൽ നന്ദകുമാറിൻ്റെ പേരിൽ കയ്യിലുള്ള ഒരു അമ്പലത്തിൻ്റെ പേരിൽ അമ്മയ്ക്ക് 75 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ ഇതിൽ വേറെ എന്തോ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത് അമ്മ ഭരിക്കുന്നു എന്ന് പറയുന്ന കിഴങ്ങന്മാർ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അമ്മയ്ക്ക് 75 ലക്ഷം സ്പോൺസർ ചെയ്ത ദല്ലാൽ അതിന് മുമ്പോ അതിന് ശേഷമോ ഒരാൾക്കും സ്പോൺസർഷിപ്പ് ഈ അമ്പലത്തിൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇപ്പോൾ അമ്മയിലെ രാജിയും അടിയന്തര ജനറൽ ബോഡിയും എത്തിയതിൻ്റെ പിന്നിൽ നീന കുറുപ്പാണെന്ന് ഈ സംഘടനയിലെ ശീലാവതിയായ സത്യസന്ധയായ ഒരു തട്ടിപ്പ് കേസ് പ്രതി പറയുന്നു. ചെയ്യുന്ന പാപങ്ങൾ തീരാൻ പറയുന്ന നുണകൾക്ക് പ്രായശ്ചിത്തമായി 100 അമ്പലങ്ങളിലെ കുറിയിട്ട് വന്നിരുന്ന് ക്യാമറയ്ക്ക് മുന്നിൽ കാച്ചുന്ന വാചകമടി കാണുമ്പോൾ പണ്ട് KP ഉമ്മർ സാർ പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ചെകുത്താൻ വേദമോതുന്നു എന്ന് ഉമ്മർ സാർ പറഞ്ഞിട്ടുണ്ട്. കുറേ കുറിയൊക്കെ അടിച്ച് വന്നിരുന്ന് ഹിന്ദുക്കൾ 101% പ്യൂരിഫൈ ചെയ്ത ഹിന്ദുവായിട്ട് അമ്പലങ്ങളിലെ കുറിയൊക്കെ ഇട്ട് വന്നിരുന്നിട്ട് മൈക്കിൻ്റെ മുന്നിൽ ഗുണവധാര്യം പറയണമെങ്കിൽ കാര്യം ഈ ക്രിമിനൽ കേസ് പ്രതി ഒരു ചെറുവിരൽ അനക്കാൻ ഈ സ്ത്രീക്കെതിരെ അമ്മ ഭരിക്കുന്നവർക്ക് കഴിഞ്ഞോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ലെങ്കിൽ കഴിയുമോ? അവൾ വലിച്ചു വാരി ചോറിലൊട്ടിക്കും എന്ന പേടിയുണ്ട്. നീന കുറുപ്പിനെ വിളിച്ച തെറിയും ശാപവാക്കുകളും മറ്റാരെങ്കിലുമാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അമ്മയുടെ കമ്മിറ്റിയിൽ കാണുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു സാധാ മെമ്പറായ ഒരുത്തി അമ്മയിൽ വന്നിട്ട് ടിനി ടോമിനെ കെട്ടിപ്പിടിച്ച് അമ്മയും അമ്മയുടെ നായരും ഉണ്ടാക്കിയ കാലം മുതൽ ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ടിനിയെ വിമർശിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ വെച്ച് കാച്ചുന്നു. എക്സിക്യൂട്ടീവ് മെമ്പറൊന്നുമല്ല, ഒരു സാധാരണ മെമ്പർ. വഴിപോക്കർക്ക് ആർക്കും കയറാവുന്ന അനാഥ മന്ദിരമായി മാറിയിരിക്കുക ഇപ്പം അമ്മ. സകലമാന തല്ലുകൊള്ളിത്തരങ്ങളും ജീവിതത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം ടിനിയെ പിന്തുണയ്ക്കുന്നു. കാരണം എനിക്ക് നന്നായിട്ട് അറിയാം എന്താണെന്ന്. അത് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞ് എനിക്ക് വഷളാവാൻ വയ്യ. സ്ത്രീ തലപ്പത്ത് വന്നാൽ ബഹുമാനമില്ലത്രേ. എങ്ങനെ ബഹുമാനിക്കും? വേഷം കെട്ടാൻ മാത്രമേ അറിയാവുള്ളൂ എങ്കിൽ ബഹുമാനം ആര് തരും? നേതാവ് എന്ന നിലയിൽ നിഷ്പക്ഷമായി പ്രശ്നങ്ങളിൽ ഇടപെടാത്തവരെ ആര് ബഹുമാനിക്കും? ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന കൂട്ടങ്ങൾ ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ 10 മാസത്തിനിടയിൽ? ട്രഷററായ ഉണ്ണി ശിവപാൽ സംഘടനയ്ക്ക് നിരക്കാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെണ്ണായ ശ്വേത കർശന നടപടിയെടുത്തോ? പകരം ജനറൽ ബോഡി വരെ ഉണ്ണിയെ വീട്ടിലിരിക്കാൻ കൽപ്പിച്ചത്രേ. എന്നിട്ട് ചാനലുകളിൽ അത്രയും പരാതി പറഞ്ഞ അമ്മയിലെ ജോലിക്കാരിയോട് ഓഫീസിൽ വരണ്ട, ശമ്പളം വീട്ടിലെത്തിക്കാം എന്ന് പറയുന്നത് കേട്ടുകേഴിയുള്ള കാര്യമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് അമ്മയുടെ ഓഫീസിലെ സെക്യൂരിറ്റി. അയാൾ ചട്ടമ്പിമാരുടെ പക്ഷം പിടിക്കുന്ന മഹാനാണത്രേ. അമ്മയുടെ ഓഫീസിൽ കയറി നിന്ന് പത്രക്കാർക്ക് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു കൂവുന്നവരോട് ഓഫീസിൽ നിന്ന് പറ്റില്ല, റോഡിൽ ഇറങ്ങി നിന്ന് പറയാൻ ഈ സെക്യൂരിറ്റിക്കാരൻ പറയാത്തത് എന്താ? അവനും ആ പക്ഷമാണ്, അതാണ് പ്രശ്നം. പറയില്ല. ആ ഐറ്റംസുകളോടാണ് ഇയാളുടെ കൂറ്. പറഞ്ഞു വിട്ടാൽ അയാൾ അവിടെ നിന്ന് ഇതെല്ലാം വിളിച്ചു പോവും. വേറെ എന്തൊക്കെ അയാൾക്കും അറിയാമായിരിക്കുമല്ലോ ഈ ദിവസം അവിടെ നടക്കുന്നത് എന്താണെന്ന്. ഒരു പ്രധാന പോസ്റ്റിലിരിക്കുന്ന ഒരാൾ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യം വിളിച്ചു പറഞ്ഞാൽ ചെയർമാനെത്തി പറയുന്ന മറുപടി 75 ലക്ഷമേ ഞാൻ ചോദിച്ചുള്ളൂ, 2 കോടി ചോദിച്ചിരുന്നെങ്കിൽ അതും തന്നേനെ എന്നാണ്. പരാതിയാണ് പറയണത്. വിളിച്ച് എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ 75 ലക്ഷമാണ് തന്നത്, ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ 2 കോടി തന്നേനെ നന്ദകുമാർ. ഇതാണ് ഉത്തരം. ഇതൊക്കെ എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഇതെല്ലാം മുംബൈ കേന്ദ്രീകരിച്ച് വേറെ ഇടപാടുകളുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ നോ പറയില്ല. ആരെങ്കിലും പറയാണ് ഇതിൻ്റെ മുഖ്യ ഇടപാടുകളൊക്കെ ബോംബെയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും നോ പറയില്ല. ചിലുവിളക്ക് ഷൂട്ടിങ് കോവളത്തെ മുന്തിയ ഒരു റിസോർട്ടിൽ നടക്കുമ്പോൾ ഷൂട്ടിംഗ് ക്രൂ മൊത്തം കണ്ട ഒരു കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇതും നടക്കും, ഇതിനപ്പുറവും നടക്കും എന്ന് മാത്രമേ ഞാൻ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. 5 ലക്ഷം രൂപയ്ക്ക് പ്രോഗ്രാം ചെയ്യാൻ കിട്ടുന്ന ആർട്ടിസ്റ്റാണത്ര സ്റ്റീഫൻ ദേവസ്യ. ആ സ്റ്റീഫന് 13.5 ലക്ഷം രൂപ കൊടുത്തതായാണ് കണക്ക്. അതുപോലെ കുടുംബസംഗമത്തിൽ നിരവധി
ന്യായീകരിക്കാൻ പറ്റാത്ത പരിപാടികൾ നടന്നു എന്ന് പറയുന്നു. അതിൽ ഉടക്കിട്ടതാണ് അൻസിബയെ പൂട്ടാൻ ഈ ടീം പ്ലാൻ ചെയ്തത്. ക്രിമിനൽ തട്ടിപ്പ് കേസ് പ്രതി കൊടുത്ത ഒരു കള്ളപ്പരാതിയിൽ അൻസിബ എന്ന ജൂനിയറായ കുട്ടിയെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറാണ് ഒരു പെണ്ണ് പിടിച്ചിരുത്തിയത്. ഐയുടെ മുമ്പിൽ പരാതിക്കാരി വന്നത് സ്വന്തം കുട്ടിയുമായിട്ടാണ്. ആ കുട്ടി അംഗനവാടികളിൽ കളിക്കുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കളിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ക്രിമിനൽ പ്രതി തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം പൂർത്തിയായിരിക്കണം. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കൊച്ചു പേരുന്ന് കളിക്കുമോ? കൊച്ചു അംഗനവാടി കളിക്കും പോലെ, പാവയൊക്കെ എടുത്ത് കളിക്കും പോലെ ലാത്തിയും തോക്കമൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നു. ആലോചിച്ച് നോക്കിയേ. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അൻസിബ കയറി ചെല്ലുന്നത്. അപ്പം തന്നെ അവരെ വാൾട്യൂബ് ഊരിപ്പൊയ്ക്കാണ്. ഒരലവലാതി കൊടുക്കുന്ന പരാതിയിൽ ഒരു പെൺകുട്ടിയെ 3 മണിക്കൂർ സ്റ്റേഷനിലിരുത്താൻ ലഹരി കച്ചവടത്തിൻ്റെ പേരിലാണോ പരാതി? അല്ല. പോലീസുകാരെ മേനിക്കൊഴുപ്പിൽ വാചക കസർത്തിൽ വീഴ്ത്തുന്ന ഒരു ക്രിമിനൽ കേസ് പ്രതിയെ പിന്തുണയ്ക്കുന്ന അവരെ കമ്മിറ്റിയിൽ നിലനിർത്തുന്നവരെ എന്താ വിളിക്കേണ്ടത്? ഞാൻ എന്താണെന്ന് വിളിക്കുന്നതെന്നുള്ളത് ഞാൻ മനസ്സിൽ പറഞ്ഞോളാം, അല്ലെങ്കിൽ അകത്താവും. ഒരു കമ്മിറ്റി മെമ്പറുടെ ഭർത്താവാണ് കുടുംബസംഗമം പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത്. 2.5 ലക്ഷമോ മറ്റോ ആണ് അയാൾക്ക് ഭാര്യ തന്നെ ശമ്പളം കൊടുത്തത്. മൊത്തത്തിൽ അമ്മയുടെ കാശ്, അല്ലെങ്കിൽ അമ്മയ്ക്ക് വരുന്ന കാശെല്ലാം എടുത്ത് ദീപാവലി കുളിക്കുകയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വരവിൻ്റെയോ ചെലവിൻ്റെയോ ഒരു കണക്കും ട്രഷററായ ഉണ്ണി ശിവപാലിന് കൈമാറുന്നില്ല. ഞാനറിയാത്ത കണക്ക് ഒപ്പിടില്ല എന്ന് സ്വാഭാവികമായിട്ടും ഉണ്ണി ശിവപാൽ പറയുമല്ലോ. അപ്പോൾ പറയാണ്, വീട്ടിലിരുന്ന് ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന പെണ്ണും പിള്ളയും റിട്ടയർഡ് മിലിറ്ററി സെക്യൂരിറ്റിക്കാരനും അമ്മയുടെ ട്രഷററെ വിളിക്കുന്നത് തന്നെ മണ്ടൻ ശിവപാൽ എന്നാണത്രേ. അമ്മയുടെ ട്രഷററായ ഉണ്ണി ശിവപാലിനെ പണിയെടുക്കാൻ ഓഫീസിൽ വരണ്ട, വീട്ടിൽ ഇരുന്ന് പണിയെടുത്തോളൂ, നിങ്ങൾക്ക് ശമ്പളം വീട്ടിലെത്തിക്കാം എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫുണ്ടല്ലോ, അവരും ഈ സെക്യൂരിറ്റിക്കാരനും ഒക്കെ വിളിക്കുന്നത് മണ്ടൻ ശിവപാൽ എന്നാണ്. ഈ ഉണ്ണി ശിവപാൽ 11-12 മണിവരെ ഓഫീസിലിരുന്നാൽ അയാൾ കേൾക്കാനായി ഈ സെക്യൂരിറ്റിക്കാരൻ കമ്മിറ്റിയിലെ തൻ്റെ അനുകൂല പക്ഷത്തെ വിളിച്ച് പറയുന്നത്, ആ മണ്ടൻ പോകാതെ ഞാൻ എങ്ങനെ അമ്മയുടെ ആഫീസ് അടച്ചിട്ട് എൻ്റെ വഴിക്ക് പോകും എന്നാണ് ചോദിക്കാറത്രേ. അവൻ കേൾക്കണം, ആര്? ഉണ്ണി കേൾക്കണം. ഉണ്ണി കേൾക്കാൻ വേണ്ടിയാണെന്ന് ഉച്ചത്തിൽ പറയണേ. ആ മണ്ടൻ അത് തീർന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെ ഞാൻ പോകും എന്നാണ് ചോദിക്കണത്. ഇവിടെ സീനിയറായ മല്ലിക ചേച്ചി പറയുന്നൊരു വർത്തമാനമുണ്ട്. അൻസിബയെയും സരയുവിനെയും കമ്മിറ്റിയിൽ കൊണ്ടുവരണമെന്ന് വാശി പിടിച്ച ആളായിരുന്നു അത്രേ ടിനി ടോം. നമുക്കുള്ളതുള്ളതുപോലെ പറയാൻ പറ്റും. മല്ലിക ചേച്ചി പറയുകയാണ്, തിരഞ്ഞെടുപ്പിന് പാനലുണ്ടാക്കുമ്പോൾ ഇവരെ രണ്ടുപേരും എന്തായാലും കമ്മിറ്റി കൊണ്ടുവരണം, മിടുക്കരാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ആളാണത്രേ ടിനി ടോം. എവിടെ വെച്ച അവർ അകന്നു എന്നത് മല്ലിക ചേച്ചിക്ക് അറിയില്ല. ചേച്ചി പറയുന്നത് അമ്മയുടെ ഓഫീസിൽ കയറി ചെന്നാൽ സെക്രട്ടേറിയറ്റിനേക്കാൾ ടൈറ്റാണ് എന്നാണ്. ചുറ്റിനും ക്യാമറകളുടെ സംസ്ഥാന സമ്മേളനം. ചേച്ചി പറയുന്നത്, ഇതിനെ ഇനി വച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല, പിരിച്ചു വിടണം, അടിയന്തരമായി തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഒരു ടീമിനെ ഏൽപ്പിക്കണമെന്നാണ് ചേച്ചിയുടെ പക്ഷം. അമ്മയിൽ നടക്കുന്ന കാര്യങ്ങൾ പത്രക്കാർ അറിയുന്നതിൻ്റെ ഒരംശം പോലും ഞങ്ങൾ അറിയുന്നില്ല എന്നാണ് ചേച്ചിയുടെ വേറൊരു പരാതി. എല്ലാം ഒളിച്ചും പതുങ്ങിയുമുള്ള രീതിയിലാണത്രേ അവിടെ നടക്കുന്നത്. ഇതൊക്കെ കാണുന്ന അറിയുന്ന മെഗാസ്റ്റാർസ് ചോദിക്കില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, അവരെ പാടുപോലെ ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഇരുവരുമെന്നാണ് മല്ലിക ചേച്ചിയുടെ പരാതി. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ. ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 17 എണ്ണത്തിനെയും തൂത്തുപുറക്കി വെളിയിൽ കളയുക, പിരിച്ചുവിട്ടിട്ട് ഇലക്ഷൻ നടത്തണം. ഇതിലൊരുപാട് ദുഷ്പേരുള്ളവർ ഉണ്ട്. ഒരു കുട്ടി ക്യാമറയുടെ മുന്നിൽ ഇത്രയും തുറന്നു പറയുന്നുവെങ്കിൽ പറയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. മമ്മൂട്ടി സാറും മോഹൻലാൽ സാറും കൂടി എത്രയും വേഗം ഇതിന് പരിഹാരം കാണണം എന്നാണ് മല്ലിക ചേച്ചി പറയുന്നത്. ഞാനൊരു സജഷൻ പറയാം. മല്ലിക ചേച്ചിയെ തലപ്പത്ത് വച്ച് ഈ കമ്മിറ്റിയെ പിരിച്ചുവിട്ട് നട്ടൽ പണയം വയ്ക്കാത്ത ഒരു 4 പേരെ കൂടി ഉൾപ്പെടുത്തി ഒരു അഡ്ഹോക്ക് കമ്മിറ്റി എത്രയും പെട്ടെന്ന് രൂപീകരിക്കുക. ജനറൽ ബോഡിയിൽ മല്ലിക ചേച്ചി അതിൻ്റെ തലപ്പത്ത് ഒരു 4 പേരെ കൂടി, നട്ടലുണ്ടെന്ന് ബോധ്യമുള്ള 4 പേരെ കൂടി അതിൽ ചേർക്കുക. ശമ്പളം വീട്ടിൽ നിന്ന് വാങ്ങുന്നതിനെയും ഗേറ്റിൽ നിന്ന് വാങ്ങുന്നവനെയൊക്കെ പിരിച്ചുവിടുക. 6 മാസം കൊണ്ട് കാര്യങ്ങളെല്ലാം നേരെയാക്കിയ ശേഷം സത്യസന്ധമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക. അമ്മയിൽ ഏറ്റവും അധികം ഡാമേജ് വരുത്തുന്ന ഒരു 1/2 ഡസൻ വിഷപ്പാമ്പുകളുണ്ട്. ഇവരെ ഗേറ്റിനകത്തേക്ക് കയറ്റരുത്.
ഈ പറഞ്ഞ പോലെ ചെയ്താൽ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒന്നും ചെയർമാൻ ആയില്ലെങ്കിലും അമ്മ നന്നായി നടക്കും. ഇല്ലെങ്കിൽ അമ്മ നാറും. നാറാൻ ഇനിയൊന്നുമില്ല, ഇപ്പം സ്പ്രേ അടിച്ചാണ് നടക്കണേ. എത്ര കാലമായി ഞാൻ പറയുന്നു, ഒരു ക്ഷുദ്രജീവി NDTVയുടെ പ്രണോയ് റോയിയുടെ മട്ടിൽ ഒരു ലാപ്ടോപ്പ് മേശപ്പുറത്ത് വച്ച് അമ്മയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കി അതിൽ അലവലാദികളുടെ വക്താവായി അമ്മയ്ക്കെതിരെ കളിക്കുന്നു. വന്നവനും നിന്നവനും പോയവനും ഒന്നും ഈ യൂട്യൂബറെ നിയന്ത്രിക്കുന്നില്ല. പകരം അവനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവനെ അമ്മയിൽ അടുപ്പിക്കാതിരുന്നാൽ തന്നെ അമ്മയുടെ പകുതി പ്രശ്നം തീരുമെന്നാണ് എൻ്റെ പക്ഷം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി എന്താണെന്നും കൂടി പറഞ്ഞേക്കാം. പലരും പലതും ചിന്തിക്കും ആ കൊച്ചിനെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. ചാരിത്രവതിയും സത്യശീലയുമായ ക്രിമിനൽ കേസുകാരി ഗൾഫിൽ പോയി. ആരോടൊക്കെയോ ഒപ്പം നിന്ന് കെട്ടിപ്പിടിച്ചു, അല്ലാതെയൊക്കെ ഫോട്ടോ പിടിച്ചു. ഈ ഫോട്ടോകൾ എങ്ങനെയോ ലീക്കായി. അത് കണ്ട അൻസിബ എന്തിനാ ചേച്ചി ഇവരോടൊക്കെ നിന്ന് ഫോട്ടോ പിടിച്ചതെന്ന് മെസ്സേജ് ഇട്ടു. ഫോൺ വിളിച്ച് ചോദിച്ചാലല്ല, പരസ്യമായി പറഞ്ഞതല്ല, അവർക്കൊരു സ്വകാര്യ മെസ്സേജ് ഇട്ടു. ഇതൊക്കെ മോശമല്ലേ എന്നും എഴുതി കാണും. ചേച്ചിക്ക് അയച്ച മെസ്സേജ് ചേച്ചിയുടെ ഉണ്ണാക്കം കെട്ടിയവൻ എങ്ങനെയോ വായിച്ചു. അതിൽ ക്ഷുഭിതയായാണ് ഈ തട്ടിപ്പുകാരിയായ ക്രിമിനൽ കേസ് പ്രതിയായ ഭവതി തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ പരാതി കൊടുത്തതും SIയെ സ്വാധീനിച്ചതും 3 മണിക്കൂർ അൻസിബയെ സ്റ്റേഷനിലിരുത്തി ചോദ്യം ചെയ്തതും മാപ്പെഴുതി വാങ്ങിക്കൊടുത്തതും. മാപ്പെഴുതി വാങ്ങിച്ചു അൻസിബയെ കൊണ്ട്. മാപ്പുമില്ല, ഒരു കോപ്പുമില്ല. നിങ്ങൾ കേസ് ചാർജ് ചെയ്ത് കോടതി കൊടുക്കുക പെണ്ണുപിള്ള എന്ന് പറയാൻ അതിനുള്ള ആംബിയറൊന്നും പാവം ഈ അൻസിബയ്ക്ക് ഉണ്ടാവില്ല. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ, ഈ ചാരിത്ര വനിതയുടെ കെട്ടിയോൻ എൻ്റെ പെണ്ണുപിള്ള വെടുപ്പുള്ളവളല്ല എന്ന് എഴുതി 6 മാസം മുമ്പ് അൻസിബയ്ക്ക് മെസ്സേജ് അയച്ചവനാണ്. അപ്പം ഭാര്യയും ഭർത്താവും ചേരേണ്ടടുത്ത് തന്നെ ചെന്ന് ചേർന്നു എന്നുള്ളതാണ്. കൂടുതൽ പറഞ്ഞാൽ നമ്മൾ നാറും. അത്രയ്ക്ക് നാറ്റകഥകൾ വന്ന് നിറയുന്നു എൻ്റെ പക്കൽ. അൻസിബ എൻ്റെ പരിചയക്കാരിയല്ല. ഈ പ്രോഗ്രാം കാണുമ്പോൾ ഇനിയിപ്പോൾ യവന്മാർ പറയും, അല്ലെങ്കിൽ എവളുമാർ പറയും, അൻസിബി ഞാനുമായിട്ട് നല്ല ബന്ധമുണ്ട്, ദിവസം തിരുവനന്തപുരത്ത് വെച്ച് കാണാറുണ്ടെന്നൊക്കെ പറയും. എനിക്ക് അൻസിബിയെ പരിചയമില്ല, എന്നാൽ അറിയാം എനിക്ക്. അപ്പോൾ ഇതിൽ ഒരു വരി പോലും അൻസിബ തന്നതുമല്ല, കാരണം എനിക്ക് പരിചയമില്ലല്ലോ. എനിക്ക് അതിനകത്തുനിന്ന് കിട്ടാൻ, ഏത് സംഘടനയുടെ അകത്തുനിന്നാണ് എനിക്ക് കിട്ടാൻ പ്രയാസമുള്ളത്. അതുകൊണ്ട് അൻസിബയാണ് എന്നെ വിളിച്ചതൊക്കെ പറഞ്ഞു തന്നൊന്നും തെറ്റിദ്ധരിച്ചുകളയാൽ. വേണമെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ എൻ്റെ ഫോൺ വേണമെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ ഞാൻ തരാം. അതിൽ എവിടെയെങ്കിലും അൻസിബയുടെ നമ്പർ ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കിയോളൂ. അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഒരൊറ്റ കാര്യത്തിൽ ജനറൽ ബോഡി ജൂൺ 21 തീരുമാനമെടുക്കണം. കഴിഞ്ഞ ആഗസ്റ്റ് 12 അധികാരമേറ്റ ഈ 17 എണ്ണവും രാജിവെക്കണം, ഇല്ലെങ്കിൽ പുറത്താക്കണം. 506 പേരിൽ ജനറൽ ബോഡിക്ക് വരുന്നവർ ഏകകണ്ഠമായി അത് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 മാസത്തെ ഭരണം കൊണ്ട് ദല്ലാൽ നന്ദകുമാറിൻ്റെ കയ്യിൽ നിന്നും 75 ലക്ഷം രൂപ ഒപ്പിച്ച് നാണം കെടുത്തിയതല്ലാതെ ഒരു പുല്ലും സംഭവിച്ചില്ല. പണി നന്നായി, ഇനി നിങ്ങൾ വേണ്ടാന്ന് ജനറൽ ബോഡി തീരുമാനിക്കണം. പറ്റില്ല എന്ന് വാദിക്കാൻ കുക്കുവും ഉണ്ണി ശിവപാലും അൻസിബയും നീനാക്കുറുപ്പും പുറത്തു പോട്ടെ എന്നൊക്കെ കുറേ തൈക്കളവികൾ വന്ന് അട്ടഹാസം നടത്താൻ സാധ്യതയുണ്ട്. സമ്മതിക്കരുത് എന്നാണ് അമ്മയിലെ ഓരോ അംഗങ്ങളോടും എനിക്ക് പറയാനുള്ളത്. പുതിയൊരു അഡ്ഹോക് കമ്മിറ്റി അധികാരമേറ്റെടുത്ത് 6 മാസത്തിനകം നല്ലൊരു ടീമിനെ ഭരണം ഏൽപ്പിക്കണം. അമ്മ നിലനിൽക്കേണ്ടത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒന്നുമല്ല. 5000 രൂപ കാത്തിരിക്കുന്ന പാവങ്ങൾക്ക് വേണം ഈ അമ്മ എന്ന സംഘടന. കൂതറകൾ തമ്മിൽ തല്ലാനും വ്യഭിചാര കഥ പറഞ്ഞ് വഴക്കിടാനും ഉള്ളതല്ല അമ്മ എന്ന് ഭൂരിപക്ഷം അംഗങ്ങളും തീരുമാനിക്കട്ടെ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടിനി ടോമിനെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണങ്ങൾ അതിനെല്ലാം പുള്ളി വിശദമായിട്ട് നിഷേധിക്കുകയാണ്. ഇതിന്റെ വളർച്ചയിൽ ആശങ്കയുള്ള രീതിയിൽ അല്ലെ അസുഖം. എന്നെക്കാൾ ഇത്രയും വർഷം മുമ്പ് വന്ന ഒരാളോട് എനിക്ക് എന്തിനാണ് ആശങ്ക? അദ്ദേഹം എന്നെക്കാൾ എത്രയോ സീനിയറാണ്. ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിൽ പ്രായം കൊണ്ടാണെങ്കിലും വർക്ക് കൊണ്ടാണെങ്കിലും ഒക്കെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഞാനാണ്. സ്വാഭാവികമായിട്ട് ഒരാളെ കുറിച്ച് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പറയുമ്പോൾ ഉള്ള ഫീലിങ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ഞാൻ ഈ പറഞ്ഞതിലൊന്നും ഒരക്ഷരം പോലും ഒരു പക്ഷം പിടിച്ചല്ല സംസാരിച്ചതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളും ഈ ജൂലൈയിൽ അടുത്ത മാസം നടക്കുന്ന ഇലക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ നിലനിൽപ്പിന് വേണ്ടി തീരുമാനമെടുക്കണമെന്ന് അമ്മയിലെ ഓരോ മെമ്പർമാരെയും അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഇന്നിപ്പോൾ ഇടേണ്ടി വന്നതാണ്.
ഞാൻ അൻസിബയാണ്. ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് പെടേണ്ടി വന്നതാണ് കേട്ടോ. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ജോയിന്റ് സെക്രട്ടറി ആയ എനിക്ക് ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് നീതി ലഭിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങി ഇതെല്ലാം വിളിച്ചു പറയേണ്ട അവസ്ഥ വന്നത്. അത് പുറത്തിറങ്ങി ഞാന് ധൈര്യത്തോടെ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറയുമ്പോഴും അത് മറ്റൊരാൾ കേട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വെറും ഒരു പരദൂഷണമായിട്ട് പറയാൻ നമ്മുടെ സംഘടനയിലുള്ള ചിലർക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യങ്ങളുടെ വ്യക്തത ഇല്ലാതെ, ഒരു ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഒരു പരദൂഷണമായിട്ട് പറയാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഞാന് സമൂഹത്തിന്റെ മുന്നിൽ വന്നു സംസാരിക്കുകയാണ്. ഈ സംഘടന ഇനിയെങ്കിലും നന്നാവണം, അവിടെ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാടുന്നത്. അപ്പോ വെറും മോശമാക്കി അതിനെ മാറ്റുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. എപ്പോഴും പുരുഷന്മാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ നമ്മുടെ സംഘടനയിലുള്ളവര്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സത്യം മാത്രമേ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ. ആ സത്യം പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ ഇപ്പൊ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകളെ കൊണ്ട് തന്നെ എനിക്കെതിരെ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മോശം പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പറ്റി ടിനി ടോം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നീനാക്കുറുപ്പ് ചേച്ചി വന്ന് എന്നോട് പറയുകയും മറ്റ് ചില അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ടിനി ടോം ചേട്ടൻ എന്നെ പറ്റി ഇത്തരം അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടു എന്ന് സാക്ഷി പറയാൻ നീനാക്കുറുപ്പ് ചേച്ചി തയ്യാറായി മുന്നോട്ട് വന്നതാണ്. ഇന്ത്യൻ നിയമപ്രകാരം അങ്ങനെ ഒരാൾ സാക്ഷി പറയാൻ തയ്യാറാണെങ്കിൽ അത് ഏറ്റെടുക്കും. കോടതിയിൽ അത് വിശ്വസനീയമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് അവിശ്വസിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സംഘടനയിലുള്ള ചില സ്ത്രീകൾ തന്നെ പുറത്തോട്ടേക്ക് വരുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം. രാവിലെ തന്നെ ഞാനിത് ഈ നമ്മുടെ എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം എന്തോരം മാനസിക വേദന ഉണ്ടായിട്ടായിരിക്കുന്നു. അപ്പോ പരാതി പറയുന്ന സ്ത്രീയെ മോശക്കാരിയാക്കുന്നത് എന്ത് പ്രവണതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം ചേട്ടൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഘോരഘോരം വാദിക്കുന്ന സ്ത്രീകളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീനാക്കുറുപ്പ് ചേച്ചി അയച്ച പരാതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പരാതി നിങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ടിനി ടോം ചേട്ടന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര സങ്കടമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.